കിച്ചു സുധിയുടെ വെളിപ്പെടുത്തൽ റീച്ചിന് വേണ്ടിയിട്ടുള്ള നാടകമോ? ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റ് ആണല്ലോ കിച്ചു സുധിയുടെ വെളിപ്പെടുത്തൽ. അതിന്റെ ഭാഗമായിട്ട് രേണു സുധിയും ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് കിച്ചു ഒരു റീച്ചിന് വേണ്ടി ചെയ്തതാണോ? കിച്ചുവിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ കിച്ചു പറഞ്ഞ പോലെ തന്നെ തന്റെ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ളത് ഒരു ട്രോമ തന്നെയാണ്. അതായത് തന്റെ അമ്മ ശാലിനി വേറൊരാളിന്റെ കൂടെ പോകുന്നു. തനിക്ക് കിട്ടേണ്ട സ്നേഹവും വാത്സല്യവും ഒന്നും കിട്ടുന്നില്ല. അച്ഛൻ രണ്ടാം വിവാഹം കഴിക്കുന്നു. ഇതൊക്കെ ശരിക്കും തൻ്റെ കുട്ടിക്കാലത്തെ ബാധിക്കുന്നു. ഇതാണ് കിച്ചു തൻ്റെ മൈ ലൈഫ് സ്റ്റോറിയിൽ പറയുന്നത്. സുധിയുടെ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള റോബിനുമായിട്ടുള്ള ഒരു ഓൺലൈൻ മീഡിയ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്, ഈ ഇന്റർവ്യൂ ഒരു 7 മാസം മുന്നേ നടത്തിയ ഇന്റർവ്യൂ ആണ്. അതിൽ കിച്ചു സുധിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ റോബിൻ പറയുന്നുണ്ട്. അതെന്താണ് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. കുട്ടനാടൻ മാർപ്പാപ്പ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് കിച്ചുനെ കാണാതെ അതായത് കിച്ചു സുധി കുട്ടനാടൻ മാർപ്പാപ്പ സിനിമ ഇറങ്ങിയ സമയത്ത് തന്റെ സുഹൃത്തുക്കളെയും കൂട്ടുവിളിച്ച് സ്കൂളിൽ നിന്ന് ചാടിപ്പോയെന്ന് വെച്ചാൽ സിനിമ കാണാൻ വേണ്ടി ചാടിപ്പോയതല്ല, എന്തോ നാട് വിടാനൊക്കെ വേണ്ടി ചാടിപ്പോയി. 2018 കുട്ടനാടൻ മാർപ്പാപ്പ റിലീസാവുന്നത്. 2023 സുധി മരിക്കുമ്പോൾ കിച്ചുവിന് വയസ്സ് 18. അപ്പോ 13 വയസ്സുള്ളപ്പോൾ സ്കൂളിൽ നിന്ന് കൂട്ടുകാരെയും കൂട്ടി ചാടിപ്പോയവനാണ് ഈ കിച്ചു സുധി. സുധി ഉള്ളപ്പോൾ കിച്ചുവിന് വേണ്ടി നല്ലൊരു തുക ചെലവഴിക്കുമായിരുന്നു എന്നും ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. കിച്ചുവിന് ഒരു പിടി പൈസ ചെലവാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സുധിയുടെ മരണശേഷം, അതായത് 2023 മുതൽ 2026 വരെ തന്റെ ആവശ്യങ്ങൾക്കും മറ്റുമായി ആശ്രയിക്കുന്നത് രേണുവിനെ ആയിരിക്കാം. ഷഫീന ബീവിയുടെ വീഡിയോയിൽ പറയുന്ന കാര്യം 24 ചാനലിൽ നിന്നും യാതൊരുവിധ പൈസയും കിച്ചുവിന് കിട്ടുന്നില്ല എന്നാണ്. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ കിച്ചു ആശ്രയിക്കുന്നത് രേണുവിന്റെ സഹായം തന്നെയാണ്. 24കാരുടെ കള്ളത്തരവും ഇതിനകത്തുണ്ട് കേട്ടോ. ആ കുട്ടിക്ക് പൈസയൊന്നും കൊടുക്കുന്നില്ല. അവർ ആദ്യത്തെ ഒരു ഫീസോ 2 ഫീസോ എന്തോ അവർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2 തവണത്തെ പേയ്മെന്റ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അവർ സഹായിക്കുന്നില്ല, അവർ ചെയ്യുന്നില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ വീണ ഇല്ലെങ്കിൽ അന്ന് കിച്ചുവിനെ കിട്ടത്തില്ല. ഇതിൽ റോബിൻ വ്യക്തമായി പറയുന്നുണ്ട്, വീണയാണ് കിച്ചുവിനെ കണ്ടുപിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചെന്നും വീണയില്ലെങ്കിൽ കിച്ചുവിനെ കിട്ടില്ലായിരുന്നു എന്നും. വീണ തെറ്റ് കണ്ടാൽ ശിക്ഷിക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. രേണുവിനെ പോലെ മിണ്ടാതിരിക്കില്ലെന്നും പറയുന്നുണ്ട്. അതായത് ഈ സുധി ശാലിനിയുമായി ബന്ധത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ വീണയുമായും രേണുവുമായും ബന്ധം പുലർത്തിയിരുന്നു. മകനെ വഴികാട്ടിയാവേണ്ട അച്ഛൻ തന്നെ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത് എന്ത് ഗതികേടാണ്. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ലൈഫ് ആ പയ്യൻ ജീവിച്ചിട്ടേ ഇല്ല. അത് വാസ്തവമായ കാര്യമാണ്. ഇതിൽ നിന്നും വ്യക്തമാണ് സുധിയും കിച്ചുവും തമ്മിൽ നല്ല ബോണ്ടിങ് ആണെന്നും അവർ നല്ല കണക്ഷനിലാണെന്നും. ഇതിൽ പറയുന്നുണ്ട് കിച്ചു അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു ക്യാരക്ടറാണെന്നും. കിച്ചു വീണയുടെ കൂടെ ആയിരുന്നപ്പോൾ അമ്മയേക്കാൾ വലിയ സ്ഥാനത്താണ് കണ്ടതെന്നും പറയുന്നു. ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് കിച്ചു വീണയുടെ കൂടെ ഉള്ളപ്പോൾ വീണയെ നല്ലത് പറയുകയും പിന്നീട് ഒരു അവസരം വരുമ്പോൾ തള്ളി പറയുകയും ചെയ്യുന്നു. ഒരമ്മയുടെ വാത്സല്യം കിട്ടിയില്ലെന്ന് ശരിയാണ്, പക്ഷേ ആ വിടവ് നികത്തക്കവണ്ണം സുധി കിച്ചുവിനെ പരിഗണിച്ചിരുന്നു. 2023 തൊട്ട് കിച്ചു ചിലപ്പോൾ ലോൺലിനെസ് അനുഭവിച്ചിട്ടുണ്ടാകാം. സുധിയുടെ മരണശേഷം കിച്ചു ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്ന് ഈ പോസ്റ്റും ഈ വീഡിയോ ഒക്കെ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇത് രേണു സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഒന്നുമല്ല, അതേപോലെ തന്നെ കിച്ചുവിനെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോയുമല്ല. കിച്ചു ഈ ചെറുപ്രായത്തിൽ അനുഭവിച്ച ഈ ട്രോമയും ഈ ലോൺലിനെസ്സും ഒക്കെ അത് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിന് ഇങ്ങനെയും ഒരു മുഖമുണ്ടെന്ന് എല്ലാവരും കൂടി മനസ്സിലാക്കും.